ഹായ് ഹലോ വെൽക്കം ടു ടൂട്ടി ടൂട്ട്സ്. കുസാറ്റ് ലെറ്റ് 2026 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. കുസാറ്റ് ലെറ്റ് 2026 നമ്മൾ കോഴ്സ് കൊടുക്കുന്നുണ്ട്. 3500 രൂപയാണ് നമ്മുടെ ശരിക്കുള്ള കോഴ്സിൻ്റെ പ്രൈസ് വരുന്നത്. ഇപ്പോൾ ചെറിയൊരു ഓഫർ ഉണ്ട്. വെറും 2000 രൂപയ്ക്ക് നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഓൺലൈൻ ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ കയറിയിട്ട് ഓൺലൈൻ ആപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇത് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്പിൻ്റെ ലിങ്ക് കിട്ടും. അതിനുശേഷം നിങ്ങൾ ഈ കോഡ് അടിച്ചു കൊടുത്താൽ നിങ്ങളുടെ ഈ 3500 എന്നുള്ള കോഴ്സിൻ്റെ ഫീസ് 2000 കുറഞ്ഞ് കിട്ടും. ഓക്കെ, അത് ഒരു 3 ദിവസത്തേക്കുള്ള ഓഫറാണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ജോയിൻ ചെയ്യാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് പറഞ്ഞു വെച്ചാൽ 27 ജാനുവരി മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാർച്ച് 5 വരെ നമുക്ക് ഡേറ്റ് ഉണ്ട്. ഓക്കെ, മാർച്ച് 5 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഏകദേശം ഒരു മാസത്തിൻ്റെ മേലെ നമുക്ക് സമയമുണ്ട്. അത് മാത്രമല്ല അവർ എക്സാം ടൈം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. മെയ് 2026 11 മെയ് 2026 എക്സാം ഉണ്ടാവുക. സമയം പറഞ്ഞിട്ടുണ്ട് 2:30 മുതൽ 5:30 വരെയാണ് നമ്മുടെ സമയം വരുന്നത്, എക്സാമിൻ്റെ സമയം വരുന്നത്. ഓക്കെ, 3 മണിക്കൂറാണ് സമയം കേട്ടോ. ഇപ്പോൾ ആപ്ലിക്കേഷൻ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. 3 ഇയർ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. 60% മുകളിലുള്ള മാർക്കുകൾ, മിനിമം 60% മാർക്കുള്ളവർക്ക് മാത്രമേ നമുക്ക് ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് ഓൾറെഡി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഫീസ് വരുന്നത് 1500 രൂപയാണ് ഈ എക്സാമിൻ്റെ ഫീസ് വരുന്നത്. SC/ST കാൻഡിഡേറ്റ്സിന് 700 രൂപയാണ് വരുന്നത്. ഓക്കെ, ബാക്കി എല്ലാ കാൻഡിഡേറ്റ്സിനും എല്ലാ കാറ്റഗറിക്കാർക്കും എത്ര ഫീസ് വരുന്നത്, 1500 ഫീസ് വരുന്നത്. നമ്മുടെ വെബ്സൈറ്റ് വരുന്നത് www.admissions.kusat.ac.in. നിങ്ങൾ കുസാറ്റ് കാറ്റ് എന്ന് അടിച്ചിട്ട്, കുസാറ്റ് കാറ്റ് 2026 അടിച്ചിട്ട് നിങ്ങൾ സെർച്ച് ചെയ്താൽ, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഈ വെബ്സൈറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അവിടെയുള്ള ബ്രാഞ്ചസിന് എണ്ണം നോക്കാം, എത്ര ബ്രാഞ്ചസ് ഉള്ളത്. സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി. ഇത്രയും ബ്രാഞ്ചസ്, ആദ്യത്തെ 5 ബ്രാഞ്ചസ്, 2 കോളേജിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സാം നടത്തുന്നത്. ഒന്ന് കുസാറ്റിൻ്റെ ക്യാമ്പസ് കോളേജും, രണ്ടാമതെന്ന് വെച്ചാൽ കുട്ടനാടുള്ള ക്യാമ്പസ് കോളേജിലേക്ക്, 2 കോളേജിലേക്ക് വേണ്ടിയിട്ടാണ് മൊത്തം ഈ എക്സാം നടക്കുന്നത്. അപ്പോൾ ഇത്രയും ബ്രാഞ്ചസ്, 5 ബ്രാഞ്ചസ് 2 സ്ഥലത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ ബ്രാഞ്ചിനും ഇത് കുസാറ്റിൻ്റെ ക്യാമ്പസിലും ഇതുപോലെ കുട്ടനാട് ക്യാമ്പസിലുള്ള സീറ്റുകളിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ സിവിൽ എഞ്ചിനീയറിംഗിന് 9 സീറ്റും കുട്ടനാട് ക്യാമ്പസിൽ 6 സീറ്റും, മൊത്തം സിവിലിന് 15 സീറ്റാണ് വരുന്നത്. അതുപോലെ കമ്പ്യൂട്ടർ സയൻസിന് 26 സീറ്റ് രണ്ടും കൂടെ. അതുപോലെ ഇലക്ട്രിക്കലിന് 12 സീറ്റ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 15 സീറ്റ്, ഇൻഫർമേഷൻ ടെക്നോളജി 15 സീറ്റ്, സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ് അത് കുസാറ്റിൻ്റെ ക്യാമ്പസിൽ മാത്രമേ ഉള്ളൂ. അത് 9 സീറ്റാണ് മൊത്തം ഉള്ളത്. ഇനി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, പിന്നെ അതുപോലെ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോള്, പോളിമർ സയൻസ്, എന്താ പറയുക, പോളിമർ സയൻസിന് 2 സീറ്റും അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റേഷൻ കൺട്രോളിൽ 4 സീറ്റുമാണ് വരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഈ മെക്കാനിക്കലിൽ നമുക്ക് എത്ര സീറ്റുണ്ട്, 9 സീറ്റാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ടോട്ടൽ സീറ്റ് വരുന്നത് 98ഓളം സീറ്റുകളാണ് വരുന്നത്. ഈ 98 സീറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ എക്സാം എഴുതിയവർക്ക് അഡ്മിഷൻ കിട്ടാവുന്ന ടോട്ടൽ സീറ്റുകളാണ് എത്ര, 98 ആണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് റിസർവേഷൻ്റെ കാര്യം നോക്കാം. ടോട്ടൽ സീറ്റിന് 10% സീറ്റാണ്, അതാണ് ഈ 98 സീറ്റ് വന്നത്. അതിൽ സീറ്റിൽ തന്നെ 50% ഓൾ ഇന്ത്യ മെറിറ്റിലും 50% സ്റ്റേറ്റ് മെറിറ്റിലുമാണ് നമുക്ക് സീറ്റ് റിസർവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ അതിൻ്റെ ഫീസ് സ്ട്രക്ചർ അതാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. ഇതിപ്പോൾ 28,800 രൂപയാണ് പെർ സെമസ്റ്ററിൽ ഫീസ് വരുന്നത് എവിടെ, കുസാറ്റിൽ. ഓക്കെ, സ്റ്റേറ്റ് മെറിറ്റിലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ. ഓൾ ഇന്ത്യ മെറിറ്റിലാണെങ്കിൽ 55,000 പെർ സെമസ്റ്റർ വരും. ഓക്കെ, ഇനിയിപ്പോൾ 2 ഡിപ്പാർട്ട്മെൻറ്റിൽ വ്യത്യാസമുണ്ട്. അപ്ലൈ ഇലക്ട്രോണിക്സിലാണെങ്കിൽ 19,600 പെർ സെമസ്റ്റർ ഫീസ് വരുന്നത്. അതുതന്നെ പോളിമർ സയൻസിലാണെങ്കിൽ 13,100 പെർ സെമസ്റ്റർ ഫീസ് വരുന്നത്. ഓക്കെ,
അപ്പോൾ ഫീസ് സ്ട്രക്ചറിൻ്റെ കാര്യം നമുക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. ടോട്ടൽ ക്വസ്റ്റ്യൻ വരുന്നത് 200 ക്വസ്റ്റ്യൻ ആണ് മൊത്തം വരുന്നത്. അതുപോലെ തന്നെ 3 മണിക്കൂർ 180 മിനിറ്റാണ്. 200 ക്വസ്റ്റ്യൻ 180 മിനിറ്റുമാണ് നമുക്ക് മൊത്തം ടൈം വരുന്നത്. മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യന് 4 മാർക്കാണ്. അങ്ങനെ 200 × 4 800 മാർക്കാണ് മാക്സിമം വരുന്നത്. അതിലത്തെ റൈറ്റ് ആൻസറിന് 4 മാർക്കും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. നമ്മുടെ റോങ് ആൻസറിന് 1 മാർക്കാണ് നെഗറ്റീവ് മാർക്ക് വരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഏതൊക്കെ സബ്ജക്ട്സ് എന്നുള്ളത് നോക്കാം. ആ സബ്ജക്റ്റ് വെയിറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു മൊത്തം 200 ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞു. അതിൽ തന്നെ ഇംഗ്ലീഷിന് 20 ക്വസ്റ്റ്യനും എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിന് 50 ക്വസ്റ്റ്യനും അതുപോലെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന് 40 ക്വസ്റ്റ്യനും എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിന് ക്വസ്റ്റ്യൻ ഉണ്ട് 40 ക്വസ്റ്റ്യനും അതുപോലെ ജനറൽ എഞ്ചിനീയറിംഗ് ബാക്കി എല്ലാ എഞ്ചിനീയറിംഗിലും കൂടെ 50 ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, എല്ലാ എഞ്ചിനീയറിംഗ് വരുമ്പോൾ അതിൽ സിവിൽ ഉണ്ടാവും, ഇലക്ട്രിക്കൽ ഉണ്ടാവും, ഇലക്ട്രോണിക്സ് ഉണ്ടാവും, കമ്പ്യൂട്ടർ ഉണ്ടാവും, മെക്കാനിക്കൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്സിന് കൂടിയിട്ടാണ് നമുക്ക് ഇത്ര മാർക്ക് വരുന്നത്, 50 മാർക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മൊത്തം എല്ലാം കൂടെ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാവും? 200 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 200 ക്വസ്റ്റ്യനും എത്ര മിനിറ്റ് ഉണ്ട്? 3 മണിക്കൂർ, അതായത് 180 മിനിറ്റുമാണ് എക്സാം വരുന്നത്. ഓക്കെ, അപ്പോൾ എക്സാം വരുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ മെയിലാണ്. മാർച്ച് 5 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫുൾ സിലബസ് ഇറങ്ങിയിട്ടുള്ള കോഴ്സ് നമ്മുടെ അടുത്തുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.